റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. കൊച്ചിയിലെ കപ്പൽ അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ലത്തീൻ സഭ വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര. കപ്പൽ ഉടമയ്ക്കെതിരെ കേസെടുക്കാത്തതിൽ ദുരൂഹതയുണ്ട്. വേണ്ടത്ര ഇടപെടലുകൾ നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ലെന്നും ഫാദർ യൂജിൻ പെരേര റിപ്പോർട്ടറിനോട് പറഞ്ഞു. മെയ് മാസം 25-ാം തീയതി ഉണ്ടായ ഈ അപകടം, അതിനെ തുടർന്ന് അടിയന്തരമായ ധാരാളം ഇടപെടലുകൾ നടക്കേണ്ടതാണ്. പക്ഷേ വേണ്ടത്ര ഇടപെടലുകൾ നടക്കാത്തതുകൊണ്ട് ഇന്നും ദുരൂഹത നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ആശങ്കയും ഭയവും മത്സ്യത്തൊഴിലാളികളിൽ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളിൽ ആകമാനം വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇതൊരു ദേശീയ ദുരന്തം കൂടിയായി കണ്ടു പ്രഖ്യാപിച്ചുകൊണ്ട് ദേശത്തിൻ്റെ തന്നെ ഇടപെടലുകൾ ഉണ്ടാകണം. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു. അരുൺ സോളമൻ, ഫാദർ യൂജിൻ പെരേര പറഞ്ഞ കാര്യം ശരിയല്ലേ? എന്തുകൊണ്ട് ഈ കാര്യത്തിൽ കേസെടുക്കുന്നില്ല? ആ കപ്പൽ മറിഞ്ഞതിലൂടെ, അതിലെ കണ്ടെയ്നറുകൾ ഒഴുകി നടന്നതിലൂടെ എത്ര വലിയ ആഘാതമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന തീരുമാനം എന്താണ്, അരുൺ സോളമൻ? സുജയ, നിലവിൽ സംസ്ഥാന സർക്കാർ വളരെ മെല്ലപ്പോക്കിലാണ് ഈ കാര്യങ്ങളിലൊക്കെയും സ്വീകരിച്ചിരുന്നത്. കാരണം ഇത് ആഴ്ചകൾ പിന്നിടുമ്പോഴാണ്, കഴിഞ്ഞ ദിവസമാണ് ഈ കപ്പലിലെ കണ്ടെയ്നറുകൾ എന്താണ് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പുറമെ കേരളത്തിലെ 3.5 കോടി വരുന്ന മലയാളികളെ മുഴുവൻ ആശങ്കയിൽ തന്നെയായിരുന്നു. അത് മത്സ്യത്തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു. കാരണം കഴിഞ്ഞ ദിവസവുമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മത്സ്യം വാങ്ങാനായിട്ട് പലരും മടിച്ചു നിന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് മത്സ്യത്തൊഴിലാളികൾ വീണ്ടും കാലാവസ്ഥ കെടുതിയൊക്കെ അവസാനിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലോരത്ത് വീണ്ടും പുറം കടലിലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. ഇപ്പോൾ നിലവിൽ ഈ കടലിലെ ഈ ഇങ്ങനൊരു MLC-യുടെ കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ ആ കപ്പൽ ഉടമയ്ക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും. നിലവിൽ സംസ്ഥാന സർക്കാർ അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട് നിയമ സാധ്യത, അല്ലെങ്കിൽ നിയമത്തിൽ എന്താണ് ഇതിൽ ഒരു സാധ്യത ഉള്ളതെന്നുള്ളൊരു പരിശോധിച്ച് വരികയാണ്. പക്ഷേ ഇതിലൊക്കെയും കാലതാമസം എടുക്കുമ്പോൾ അതിലേറെ ബാധിക്കുന്നത് ഒരു ജനതയാണ്. കാരണം കടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആ ജനതയ്ക്ക് മറ്റൊരു തൊഴിലില്ല. അപ്പോൾ മീൻ വിൽക്കാനായിട്ട് വരുമ്പോൾ പകുതി വില പോലും ആ മീനിന് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് പല മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും. കാരണം പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ പാളയ മാർക്കറ്റിലുമൊക്കെ കൊണ്ടുവച്ച് കാത്തിരിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ. സ്വാന്തന അവരുടെ വിഷമങ്ങളൊക്കെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. താങ്ക് യു, അരുൺ സോളമൻ.